അപ്പോൾ ഇത്തവണ നമ്മൾ കാർണിവലിന് ജോക്കറിൻ്റെ രൂപത്തിൽ ജോക്കറായിട്ടാണ് ഇറങ്ങുന്നത് നമ്മുടെ ബുള്ളറ്റിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജനുവരി 1 2026 ജനുവരി 1 കൊച്ചിയിൽ നടന്ന കാർണിവൽ റാലിയിലെ വിശേഷങ്ങളാണ്. എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായില്ല താടി പഠിക്കാൻ ഇക്കൊല്ലം. പക്ഷേ അപ്പോഴാണ് ഇങ്ങനൊരു തീം ദൈവമുള്ള പറയണത്, ജോക്കർ ആവാൻ പറ്റും ഇത്തവണയെന്ന്. ഞാൻ കൗബോയ് ആവാൻ ഇരുന്നിച്ചാൽ, അപ്പോൾ കൗബോയ് ഒരു തവണ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ജോക്കറിന്ന് കേട്ടപാടെ ഞാൻ പറഞ്ഞത് താടി മീശി ഞാൻ വടിക്കണമെന്ന് അങ്ങോട്ട് ഓഫർ കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ആവശ്യമാണ്. കാരണം എനിക്ക് അതിൻ്റെ കാണിച്ചപ്പോൾ തന്നെ അതിൻ്റെ റേഞ്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അവൾ പറഞ്ഞപ്പോൾ. പിന്നെ എൻ്റെ ഈ ഒരു മോന്ത ഇതിങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ കുറേ പണിയെടുക്കേണ്ട വന്നിട്ടോ. നമ്മുടെ സലീം കുമാറിനൊക്കെ ഓർത്ത് വരുന്നതാണ്, ഡാൻസ് മാസ്റ്റർ വിക്രമാണ്. അപ്പോൾ അവർ കുറേ പണിയെടുത്തിട്ടാണ് എന്നെ ആ ഒരു വേഷത്തിലേക്ക് എത്തിച്ചതെന്ന് എനിക്കറിയാം. നമ്മുടെ വണ്ടിയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്ന ആളൊന്ന് പരിചയപ്പെടുത്തിയിട്ടാവും ബാക്കി. വാ. അപ്പോൾ ഇത്തവണ നമ്മൾ കാർണിവലിന് ജോക്കറിൻ്റെ രൂപത്തിൽ ജോക്കറായിട്ടാണ് ഇറങ്ങുന്നത് നമ്മുടെ ബുള്ളറ്റിൽ. പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, പരിചയപ്പെടേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ മാളൂരിയാണ് ഇത് തീമട്ട. എനിക്ക് ഞാൻ വടിക്കാണ്ടിരിക്കണായിരുന്നത്. അപ്പോൾ ഈ തീം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വടിക്കണേണെന്ന് പറയും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ജോക്കറിൻ്റെ ഒരു വേഷം, ഇതുവരെ ചെയ്യാത്ത ഒന്നുമാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പ്രൈസ് കിട്ടോ ഇത് അതൊന്നുമല്ലല്ലോ നമ്മുടെ വിഷയം, നമുക്ക് ചെയ്യാത്ത എന്തെങ്കിലും റോളുകൾ ചെയ്യുക, അതാണ്. ഇവള് തന്നെയാണ് ഇത് മേക്കപ്പ് ചെയ്തത്, അതും കൂടി പറയാനായിട്ട് അത് പറഞ്ഞില്ല. താങ്ക് യു. ഇവളെ മാത്രം പരിചയപ്പെട്ടാൽ പോരട്ടെ, ഇതിൻ്റെ പുറകിൽ പൊളിച്ച് 2-3 നേരം കൂടി ഉണ്ട്. അവരെയും കൂടി നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണിച്ചത്. അതെ, എൻ്റെ ഫ്രണ്ട് രഞ്ജിത്തിൻ്റെ ചേട്ടൻ്റെ മോള്, പിന്നെ സരചേച്ചിയുടെ മോളാണ് മാളുമാണ് ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്നത്. അങ്ങനെ എൻ്റെ ടൈമായി 4 മണി കഴിഞ്ഞും കിട്ടാം. അങ്ങോട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കാൻ പണിയാണ്. നമുക്ക് ജസ്റ്റ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡറിൽ നിൽക്കാൻ പണിയാണ്. ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ കൂട്ടുകാരനൊരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടത്. നാണോമാനില്ലാത്തോട്ട് കുഴപ്പമില്ല, പണ്ടേ ഇല്ലടാ. അങ്ങനെ കാർണിവൽ റാലിയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് അതിൻ്റെ വിഷ്വൽസൊക്കെയാണ് കാണുന്നത്. ഒറിജിനലല്ല, മറ്റേ ഡമ്മിയാണ് ഇപ്പോൾ ശരിക്കും നല്ലത്. എനിക്ക് ക്രൗഡിൻ്റെ ഇടയിലേക്കാണല്ലോ വന്നത്. അപ്പോൾ എന്തായാലും നമ്മളും കയറി ക്യൂവിൽ നിൽക്കണതാണ്, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് വിഷ്വൽസ് ഓടിച്ചിട്ട് കാണിക്കുന്നതാണ്. ജോക്കറിൻ്റെ ഇതാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിരുന്നു, അപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ്. വേറെയും കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പലരുമായിട്ട്. അത് ഞാൻ നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട്. കാരണം ഞാനിതൊന്നും ചെക്ക് ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇരുന്ന് കുറച്ച് ടൈമിൽ ഞാൻ നമ്മുടെ ആദ്യം ഒരു വീഡിയോ വിട്ടേക്കാം. ആദ്യം സ്വയം പോസ്റ്റ്, ബാക്കി എന്നിട്ട് മറ്റുള്ളവരിടാം. കുറേ വേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് അതിനുള്ള സ്പേസ് കിട്ടിയെടുക്കാനുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ വേഷത്തിൽ അങ്ങോട്ട് പൊളിച്ചു. അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഈ ഒരു വേഷത്തിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയത്. കുട്ടികളുടെ ഇടയിൽ നിന്നും ഫോറിനേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആയിട്ട് ജോക്കറിൻ്റെ വേഷം ഇട്ടപ്പോൾ. പിന്നെ അതുപോലെ എന്താണ് പ്രൈസ് ഒന്നും നമ്മൾ നോക്കാറില്ല. പ്രൈസ് ഇല്ലെന്നാണ് അറിഞ്ഞത്. ഞാൻ അന്ന് നിന്നില്ലായിരുന്നു. ശേഷം ഞാൻ അവിടെ ഉള്ളൊരു ചേട്ടനോട് ചോദിച്ചാൽ പ്രൈസ് ഇല്ലെന്ന് അറിഞ്ഞത്. പ്രൈസൊന്നുമല്ല നമുക്ക് വലുത്, നമുക്ക് ചെയ്യാത്ത റോളുകൾ ചെയ്യുക, അതാണ്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കാം.